പോകുന്നത് ചായ കുടിക്കാനാണ്. ചായൻ്റെ ബിസിനസ് ഞാൻ കാണിച്ചത്. ഇവിടെയൊക്കെ ചായയൊക്കെ ഭയങ്കര സെയിലാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീയിൽ എനിക്ക് 10-13 രൂപയേ ഉള്ളൂ. എത്ര പേര് വന്ന് കുടിക്കുന്നറിയും. കാണിച്ചത് അതൊരു ചായക്കടയാണ്. ഉണ്ടാകും റേറ്റാണിത് കാണുന്നത്. ടർമറിക് മിൽക്ക് ഉണ്ടാവും 10 രൂപ 12 രൂപ. ഇങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ മതി. ഡെയിലി ഒരു 1000 മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. 1000 മുകളിൽ 10 രൂപ വെച്ചിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് അതെല്ലാം ഡിഫറെൻറ്റ് പൊടി മിക്സ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഹോട്ടൽ ബിസിനസ്സാണ്. ഹോട്ടൽ ബിസിനസ് ഇവിടെ നല്ല, ബാംഗ്ലൂർ എസ്പെഷ്യലി നല്ല പ്രോഫിറ്റാണ്. ഉണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അംബിക ഹോട്ടൽ. എത്ര പേരാണ് തിരക്ക് ഉണ്ടാവും. അവിടെ എല്ലാം മസാല ദോശ, ആൾ ടൈപ്പ് ഓഫ് ദോശകളിലൊക്കെ കിട്ടും. ഇതൊരു ഗുഡ് ബിസിനസ്സാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ബാംഗ്ലൂർ. നിന്ന് തിന്നുന്ന സ്ഥലം ഉണ്ടാവും, ഇരുന്ന് തിന്നുന്ന സ്ഥലം ഉണ്ടാവും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാനൊരു പച്ചക്കറി മാർക്കറ്റാണ്. പച്ചക്കറി മാർക്കറ്റ് ഇവിടെ ഭയങ്കര പ്രോഫിറ്റാണ്. എത്ര പേര് കുറഞ്ഞ വിലയുള്ളൂ, പക്ഷെ നല്ല കസ്റ്റമർ ഉണ്ടാവും. അവിടെ ഇപ്പോൾ സമയം 10 മണി. ഇത്ര പേരുണ്ട് നോക്കും. ബാജി ഉണ്ടാക്കുന്ന കടയാണ്. ബാജി, പാനിപ്പൂരി, സേപ്പൂരി, നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇതൊക്കെയുള്ള ഇപ്പോൾ എല്ലായിടത്തും വന്നു. നോർത്ത് ഇന്ത്യൻ ഡിഷസ് പാനിപ്പൂരി ഉണ്ടാകും, സേപ്പൂരി. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറഞ്ഞ വിലയാണ്. നല്ലൊരു ബിസിനസ്സാണ്. ഒരു സൂപ്പ് മേടിച്ചു, ആട് സൂപ്പ്. എന്ത് ബിസിനസ്സും ചെയ്യാം ബാംഗ്ലൂർ, എല്ലാം വിജയിക്കും. എത്ര പേരാണ് വരുന്നതോ. അതൊന്നും അയാൾ ചെയ്യുന്ന ബിസിനസ്. ഒരു സ്റ്റവ് വേണം, ഒരു സോപ്പിൻ്റെ ഇത് വേണം, പിന്നെ അതിൻ്റെ മസാല വേണം. എത്ര നല്ല ഏരിയയാണ്. ഞാൻ 2 മുട്ടയും ഒരു സോപ്പും കഴിച്ചു. 30 രൂപ. ഒരു മുട്ടയ്ക്ക് നമ്മൾ 5-50 രൂപ. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ കഴിക്കാം. 4 രൂപ പെർ മുട്ട, 4 രൂപ പ്രോഫിറ്റ്. 10 മുട്ട പോയി കഴിഞ്ഞാൽ 40 രൂപ. 100 മുട്ട 400. കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാവരും കുടിക്കും.